എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിൽ കൾട്ട് സ്റ്റേറ്റസ് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന കുറച്ച് സിനിമകൾ ഞാൻ നിങ്ങൾ ഷെയർ ചെയ്യാൻ പോവുകയാണ്. അതിൽ ആദ്യം ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ് റോഷാക്ക്. മമ്മൂട്ടി തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് മമ്മൂട്ടി നായകനായി നിസാം ബഷീർ സംവിധാനം ചെയ്ത് 2022 റിലീസ് ചെയ്ത സിനിമയാണ് റോഷാക്ക്. കഥയിലേക്ക് കിടക്കുകയാണെങ്കിൽ ലൂക്ക് ആൻ്റണി എന്ന NRI ബിസിനസ്മാൻ, അയാൾ ദുബായിൽ നിന്നും തൻ്റെ പ്രഗ്നൻ്റ് ആയ വൈഫിൻ്റെ കൂടെ കേരളത്തിലേക്കൊരു വെക്കേഷൻ ആഘോഷിക്കാൻ വേണ്ടി വരികയാണ്. പക്ഷേ കേരളത്തിൽ വെച്ച് അവർക്കൊരു ആക്സിഡൻറ്റ് സംഭവിക്കുകയാണ്. ബോധം ഉണരുമ്പോൾ ലൂക്കിൻ്റെ കൂടെ അയാളുടെ ഭാര്യ ഉണ്ടായിരുന്നില്ല. അയാൾ തൻ്റെ ഭാര്യയുടെ മിസ്സിംഗ് കേസ് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യാണ്. അങ്ങനെ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള സെർച്ചിന് ശേഷം ലൂക്കിൻ്റെ ഭാര്യ ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് പോലീസ് ഡിക്ലെയർ ചെയ്യാണ്. പക്ഷെ ലൂക്കിനത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയായിരുന്നില്ല. ലൂക്ക് തിരിച്ചു പോവാതെ അവിടെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. കാരണം അയാളുടെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു. ഇങ്ങനെ വളരെ എൻഗേജിങ് ആയി പോകുന്ന ഇന്നോവേറ്റീവായൊരു സൈക്കോളജിക്കൽ ത്രില്ലറാണ് റോഷാക്ക്. സ്ഥിരം ഹാൻസം ലുക്കിലല്ല മമ്മൂട്ടി സിനിമയിൽ വന്നിരിക്കുന്നത്. മമ്മൂട്ടിയുടെ ക്യാരക്ടർ സ്കെച്ച് തന്നെ വളരെ മിസ്റ്റീരിയസ് ആണ്. ഈ സിനിമയുടെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ആണ്. ഒരുപാട് ലെയേഴ്സ് ഉള്ള കോംപ്ലക്സ് ആയ ഇന്നോവേറ്റീവ് ആയ സ്ക്രീൻ പ്ലേ ആണ് സിനിമയുടെ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ സിനിമയുടെ ഗ്രേറ്റ്നെസ് എല്ലാ ഓഡിയൻസിനും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. തൻ്റെ ജീവിതം നശിപ്പിച്ചവൻ്റെ കുടുംബത്തിൻ്റെ അടിവേര് തോണ്ടിയിട്ടും പകയൊടുങ്ങാത്ത സൈക്കോപാത്തായിട്ടാണ് മമ്മൂട്ടി സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് മമ്മൂട്ടിയുടെ പെർഫോമൻസ് തന്നെയാണ്. കാരണം ഈ ക്യാരക്ടറിനെ ഇത്രയും ഫ്ലോലെസ് ആയിട്ട് മലയാളത്തിൽ മമ്മൂട്ടിക്ക് അല്ലാതെ മറ്റൊരു നടനും ചെയ്യാൻ പറ്റില്ല. നിമിഷ് രവിയുടെ വിഷ്വൽസും മിഥുൻ മുകുന്ദൻ്റെ മ്യൂസിക്കും ഈ സിനിമയുടെ മൂഡിനെ എൻഹാൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ നിസാം ബഷീർ മലയാളത്തിൻ്റെ ഏറ്റവും മികച്ച സംവിധായകരിൽ ഒരാളാണെന്ന് ഈ സിനിമയിലൂടെ തന്നെ തെളിയിച്ചു. മമ്മൂട്ടി മാത്രമല്ല, ഇതിൽ അഭിനയിച്ച ബാക്കി ആക്ടർ ഷറഫുദ്ദീൻ ആണെങ്കിലും ജഗദീഷും ബിന്ദുമണിക്കരും ഗ്രേസ് ആൻ്റണിയും എല്ലാവരും നല്ല കിടിലൻ പെർഫോമൻസിന് കാഴ്ചവെച്ചിട്ടുണ്ട്. എല്ലാവരുടെയും പെർഫോമൻസ് വളരെ മെമ്മറബിൾ ആണ്. വളരെ ഹോണ്ടിങ് ആയ യുണീക്കായ ഹോളിവുഡ് സിനിമകളുടെ കട്ടയ്ക്ക് നിൽക്കുന്ന ഇതുപോലെ സിനിമ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ മലയാളത്തിൽ കണ്ടിട്ടില്ല. ഇനി കാണാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. റോഷാക്ക് ഒരു കമേഴ്ഷ്യൽ സക്സസ് ആയിരുന്നു. പക്ഷെ 100 കോടിയെങ്കിലും കളക്ഷൻ അടിക്കാൻ പൊട്ടൻഷ്യൽ ഉള്ള സിനിമയായിരുന്നു റോഷാക്ക്. ഈ സിനിമയുടെ ഗ്രേറ്റ്നെസ് എല്ലാ ഓഡിയൻസിനും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടം വന്നാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു തലമുറ വന്നു കഴിഞ്ഞാൽ ഈ സിനിമ കൾട്ട് ക്ലാസിക്കായി മാറും. അടുത്തതായി ഞാൻ നിങ്ങൾ ഷെയർ ചെയ്യാൻ പോകുന്ന സിനിമയാണ് ആട്ടം. ആനന്ദ് ഏകർഷ് സംവിധാനം ചെയ്ത് വിനയ് ഫോർട്ടും സെറിയൻ ഷിഹാബും പ്രധാന വേഷങ്ങൾ അഭിനയിച്ച സിനിമ ഒരു മിസ്റ്ററി ത്രില്ലറാണ്. സിനിമയുടെ കഥയിലേക്ക് കിടക്കുകയാണെങ്കിൽ ഒരു നാടക ഗ്രൂപ്പിലെ ഒരേ ഒരു നടിയായി അഞ്ജലി, അവരൊരു ദിവസം പാർട്ടി എന്ന് പറഞ്ഞ നാടക ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങളും പങ്കെടുത്ത ഒരു പാർട്ടി കഴിഞ്ഞ ശേഷം തിരിച്ചു വന്ന് കിടന്നുറങ്ങുന്നതിനിടെ അവൾ ആരെ സെക്ഷലി ഹരാസിക്കുകയാണ്. അത് ഈ നാടക ഗ്രൂപ്പിലെ അംഗം തന്നെയായിരുന്നു. പക്ഷെ ആരാണെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അവളുടെ ആരോപണം ഈ നാടക ഗ്രൂപ്പിന് ഭയങ്കര ഷോക്കാവുകയാണ്. അവർ ഈ ഇഷ്യൂ അഡ്രസ്സ് ചെയ്യാനും അതുപോലെ ഇത് ചെയ്തത് ആരാണെങ്കിലും അവരെ പുറത്താക്കാനും വേണ്ടി അടിയന്തരമായിട്ടൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയാണ്. വളരെ എൻഗേജിങ് ആയ ഇമ്പാക്ട്ഫുൾ ആയ മൂവിയാണ് ആട്ടം. സോഷ്യൽ റെലവൻസ് ഉള്ള സബ്ജക്റ്റാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഈ സിനിമ അർഹിക്കുന്ന വിജയം നേടാതെ പോയി. നല്ല പെർഫോമൻസും നല്ല മേക്കിങ്ങും നല്ല തിരക്കഥയും എല്ലാം ഒത്തിണങ്ങി വന്ന മനോഹരമായ സിനിമയാണ് ആട്ടം. സെറിയൻ ഷിഹാബും വിനയ് ഫോർട്ടും അണ്ടർ റേറ്റഡ് ആക്ടേഴ്സ് ആണെന്ന് നമ്മൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്ന സിനിമയാണ് ആട്ടം. വരും കാലത്ത് സിനിമയ്ക്ക് കൾട്ട് സ്റ്റേറ്റസ് കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ ഇപ്പോൾ ഉറച്ചു വിശ്വസിക്കുന്നത്. അടുത്തതായി ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ് നൻപകൽ നേരത്തെ മയക്കം. ഡിയോസ് പല്ലിശ്ശേരിയാണ് സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത്. മമ്മൂട്ടി തന്നെയാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. S. ഹരീഷാണ് സിനിമയുടെ സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്നത്. കഥയിലേക്ക് കിടക്കുകയാണെങ്കിൽ മലയാളി ടൂറിസ്റ്റുകൾ അടങ്ങിയൊരു ബസ് അവർ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് തിരിച്ചു വരികയാണ്. ബസ്സിൽ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ടൂർ ലീഡറായ ജെയിംസ് മാത്രം എന്തോ ഒരു ബോധോദയം വന്ന പോലെ പെട്ടെന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ്. എങ്ങോട്ടോ നടക്കുകയാണ്. അതൊരു തമിഴ് വില്ലേജാണ്. അവിടെയുള്ള ഏതൊരു വീട്ടിലേക്ക് ആൾ കയറി പോവുകയാണ്. അവിടുത്തെ കുടുംബത്തിൽ അംഗത്തെ പോലെ അയാൾ പെരുമാറുന്നു. തമിഴൊക്കെ വളരെ ഫ്ലുവൻസിയോടെ അയാൾ സംസാരിക്കുന്നു. ഇങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി പോകുന്ന, എൻഗേജിങ് ആയി പോകുന്ന, ഗ്രിപ്പിംഗ് ആയൊരു മിസ്റ്ററി ത്രില്ലറാണ് നൻപകൽ നേരത്തെ മയക്കം. നമ്മളെ വീണ്ടും വീണ്ടും കാണാൻ പ്രേരിപ്പിക്കുന്ന എന്തൊരു മാജിക് സിനിമയിലുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഓഡിയൻസിൻ്റെ ഇൻ്റർപ്രിറ്റേഷന് വിട്ടുകൊടുക്കുന്ന സ്ഥിരം ലിജോ ജോസ് പല്ലിശ്ശേരി ക്ലൈമാക്സ് തന്നെയാണ് ഈ സിനിമയ്ക്ക്. ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മമ്മൂട്ടിയുടെ പെർഫോമൻസ് തന്നെയാണ്. അദ്ദേഹം എത്ര എഫേർട്ട്ലെസ് ആയിട്ടാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. അദ്ദേഹം ഒരു കഥാപാത്രമായിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ മമ്മൂട്ടി എന്ന് പറഞ്ഞ നടനെ നമുക്ക് കാണാനാവില്ല. അത് മലയാളത്തിൽ മമ്മൂട്ടിക്ക് മാത്രമുള്ളൊരു പ്രത്യേകത ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അടുത്തത് പൊന്മാൻ. ഈ വർഷം ഇറങ്ങിയ ബ്ലാക്ക് കോമഡി ത്രില്ലറാണ് പൊന്മാൻ. GR ഇന്ദുഗോപൻ്റെ 4-5 ചെറുപ്പക്കാർ എന്ന നോവലിൻ്റെ അഡാപ്റ്റേഷനാണ് സിനിമ. ബേസ് ജോസഫ്, സജിൻ ഗോപു, ലിജോ മോൾ എന്നിവരാണ് സിനിമയിലെ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നത്. ജ്യോതി ശങ്കറാണ് സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത്. കൊല്ലം ബേസ് ചെയ്തിട്ടാണ് സിനിമയുടെ കഥ നടക്കുന്നത്. ഒരു പണിക്കും പോവാതെ പാർട്ടിക്ക് പിറകെ നടക്കുന്ന ബ്രൂണോ എന്ന ചെറുപ്പക്കാരൻ അവൻ്റെ സഹോദരിയായ സ്റ്റെഫിയെ പറഞ്ഞ സ്ത്രീധനം കൊടുത്ത് കല്യാണം കഴിപ്പിച്ച് വയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു ഫാമിലിയുടെ സ്ട്രഗിളിലൂടെയാണ് സിനിമയുടെ കഥ തുടങ്ങുന്നത്. വളരെ ഗ്രിപ്പിംഗ് ആയ, ഡെപ്ത് ഉള്ള, ഇന്നോവേറ്റീവ് ആയ സ്ക്രീൻ പ്ലേ ആണ് സിനിമയുടെ. പക്ഷേ ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബേസിൽ ജോസഫിൻ്റെ പെർഫോമൻസ് തന്നെയാണ്. ബേസിലിൻ്റെ കരിയർ ബെസ്റ്റ് മൂവിയാണ് പൊന്മാൻ. ബേസിലിൻ്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണത്. തിയേറ്ററിൽ ഒരു കമേഴ്ഷ്യൽ സക്സസ് ആയിരുന്നെങ്കിലും അത് അർഹിച്ച വിജയം നേടിയിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.
സിനിമ OTT വന്നപ്പോൾ ഗംഭീര സ്വീകരണം തന്നെ ആയിരുന്നു. തിയേറ്ററിൽ ലഭിച്ചതിനേക്കാൾ ഗംഭീര സ്വീകരണമായിരുന്നു സിനിമയ്ക്ക് കിട്ടിയത്. സിനിമ വരും കാലത്ത് ഒരു കൾട്ട് ക്ലാസിക്കായി മാറും എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. മലയാളത്തിൽ കൾട്ട് സ്റ്റേറ്റസ് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന സിനിമകളാണ് ഞാൻ നിങ്ങൾ ഷെയർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് തോന്നുന്ന സിനിമകൾ നിങ്ങളും കമൻറ്റിലൂടെ പങ്കുവയ്ക്കുക. എന്തായാലും ഈ വീഡിയോ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.